അതിന് തടസ്സം നിൽക്കുന്നത് എന്തൊക്കെയാണ്? ഒന്ന് നിങ്ങൾ ആലോചിക്കുക. എനിക്ക് തോന്നുന്ന ഒന്നും പറയാം എന്നോട് ദേഷ്യം തോന്നരുത്. എനിക്ക് തോന്നുന്നത് അവൻ പറയുന്ന വിഷയങ്ങൾ അവൻ അവരുമായി സംവദിക്കുമ്പോൾ ഒന്ന്, അവൻ അഹങ്കാരമില്ല. രണ്ട്, അവൻ അറിയില്ല എന്ന് അവനറിയാം. മൂന്ന്, അവൻ അറിയില്ല എന്നുള്ളത് കുട്ടികൾ അറിഞ്ഞാൽ അവന് ബുദ്ധിമുട്ടില്ല. പരിമിത കാരണങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകനറിയാം തനിക്ക് അറിയില്ല. തനിക്ക് അറിയാവുന്ന കുട്ടികൾ ധരിക്കണം. അതിന് തന്റെ സ്വപ്നങ്ങളെയും കുട്ടികളുടെ സ്വപ്നങ്ങളെയും നശിപ്പിക്കണം. അതിന്റെ ഗൗരവം കൃത്രിമമായി ഉണ്ടാക്കുമ്പോൾ കുട്ടിയിലേക്ക് അറിവല്ല കിടന്നത്. സ്വാതന്ത്ര്യം കൊടുത്താൽ പലതും കുട്ടി ചോദിക്കും. പണ്ടൊരു കുട്ടി ചോദിച്ചു, ജീവശാസ്ത്ര ക്ലാസ്സാണ്, ഡാർവിനെയാണ് പഠിപ്പിക്കുന്നത്, ഒറിജിൻ ഓഫ് സ്പീഷീസ് ആണ് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ ടീച്ചർ തന്നെ എങ്ങനെയാണ് ജീവജാലങ്ങൾ വളർന്ന് കുരങ്ങായി, കുരങ്ങ് നല്ല നല്ലേ ഈ വാല് കുറുകി മനുഷ്യനായി വരുന്നത് എന്ന് കാണിക്കുക. അഭിനയിച്ച് പഠിപ്പിക്കുന്ന ടീച്ചറാണ്, നല്ല ടീച്ചറാണ്. ടീച്ചർ കാര്യമായി പഠിപ്പിച്ച കൂടെ പറഞ്ഞു, ഇങ്ങനെ ഇരുന്ന് നിരങ്ങി വാലൊക്കെ കുറുകി വന്ന് മാങ്ങ പറിക്കാൻ ടീച്ചർ പറഞ്ഞു, ഇവിടെ നാട്ടിലാകുമ്പോൾ നിങ്ങൾ സങ്കല്പിക്കേണ്ടത് നമ്മുടെ മാവാണുള്ളത്, മാങ്ങ പറിക്കാനായിട്ട് കുരങ്ങനെ എത്തി വരിക. ടീച്ചർ എത്തി വരിക, ചുണ്ടുമൊക്കെ കഴിച്ചു പിടിച്ച് കുരങ്ങനെ പോലെ ടീച്ചർ കൊടുത്ത് എത്തി വരിക. ഇങ്ങനെ വലിഞ്ഞ് മാങ്ങ പറിച്ച് കഴിഞ്ഞപ്പോഴേക്കും നടും സ്വപ്നം തുറന്നു. ഇങ്ങനെ നിവർന്നാണ് പരിണാമം സംഭവിച്ച് നട്ടല് നിവർന്ന മനുഷ്യനായത്. കുട്ടികളൊക്കെ ടീച്ചറിൽ പഠിപ്പിക്കുന്ന രീതിയിൽ സംതൃപ്തരായിരിക്കുമ്പോൾ അതിലൊരു കുട്ടി സംശയമായിരുന്നു. ടീച്ചർ ചോദിച്ചു, എന്തിനാ ടീച്ചറെ ഈ കുരങ്ങ് നടുന്ന് വെക്കുന്നത്? അങ്ങ് ചാടി പറിച്ചുകൂടെ? അത്രയും കുട്ടികളുടെ മുമ്പിൽ പിടിച്ചില്ല. ടീച്ചർ അവനെ ഏറ്റവും പിടിച്ചു വരുന്നത്. മറിച്ച് അവൻ ചോദിച്ച ചോദ്യത്തിൽ പ്രസക്തിയുണ്ട്. അങ്ങനെയാണ് ഒറിജിൻ ഓഫ് സ്പീഷീസ് അവതരിപ്പിക്കുന്നതെങ്കിൽ അതിന് ഒരു പോരായ്മയുണ്ട്. നാളെ അതിനെ ചോദ്യം ചെയ്യാൻ ഇവന് കഴിഞ്ഞാൽ അത് തനിക്കും കൂടെ പ്രയോജനമാണ്. താൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി ഒരു സയന്റിസ്റ്റിനെ ചോദ്യം ചെയ്ത് പുതിയൊരു സിദ്ധാന്തം കൊണ്ടുവന്നിരിക്കുന്നു. ഇതിനുള്ള ശ്രമം, ഇതിനുള്ള പ്രിയം, ഇതിനുള്ള പാരസ്പര്യം, വേറൊരു വാക്ക് എനിക്ക് പറയാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് പാരസ്പര്യം എന്ന വാക്ക്. പാരസ്പര്യം എന്നത് വളരെ പ്രാചീനമായ പദമാണ്. വ്യാസാദിക ലഗ്നികളുടെ ഗ്രന്ഥങ്ങളിൽ ഉള്ള പദമാണ്. സമാനമായി പ്ലേറ്റോ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക്കിൽ 355 വേദത്തെ മാറിയേക്കാം. അന്നത്തെ എഡിഷനിൽ കണ്ടത് അങ്ങനെയാണെന്ന് തോന്നുന്നു.
ഡയലക്റ്റിക്സ് എന്ന് പറയും. വൈകാരിക വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ മെച്ചം ഡയലക്റ്റിക്കലാണ്. ഡയലക്റ്റിക്കൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ഒന്ന് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസമാണ്. അങ്ങനൊരു സാധനമില്ല. ഒരു ഡയലക്റ്റിക്സും മെറ്റീരിയലിസ്റ്റിക്കല്ല. ഡയലക്റ്റിക്സിനെ മെറ്റീരിയലിസ്റ്റിക്കായി വ്യാഖ്യാനിക്കാനാവുകയില്ല. ഭാര്യ ഭർത്താവ്, ഇത് സാക്രമെന്റ്. ആസ് പെർ റിലീജിയൻ ഫുള്ളി സാക്രമെന്റ്. അതിനപ്പുറത്താകുമ്പോഴാണ് പ്രശ്നങ്ങൾ. ഭരണഘടനാ പ്രകാരം അങ്ങനെയല്ല. മാര്യേജ് ലോ അനുസരിച്ച് മാര്യേജ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ ഹസ്ബൻഡ് ആൻഡ് ദ വൈഫ്. Any child who is born in the legal pendency of this contract is considered positively as the child of the husband. അവിടെ എപ്പോഴും അവസാനിപ്പിക്കാവുന്ന ഒരു സാധനമാണ് ഈ കോൺട്രാക്ട്. മറിച്ച് ഇതിനപ്പുറത്തൊരു ഡയലക്റ്റിക്സും ആ പദം തന്നെ ഉൾക്കൊള്ളുന്ന ഒരു ഡയലക്റ്റിക്സ് പാരസ്പര്യം. അധ്യാപകനും വിദ്യാർത്ഥിയുമായ ഒരു പാരസ്പര്യം ഗുരുകുലങ്ങളിൽ അതാ പറയുന്നത്. അത് കുറെ കാലം നിലനിന്നിരുന്നു. അധ്യാപകരെ കണ്ടാൽ 80 വയസ്സുള്ള ശിഷ്യൻ 90-95 വയസ്സുള്ള ഗുരു അതിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ അറിയാതെ മുമ്പൊക്കെ ഇന്നും കഴിഞ്ഞ തലമുറയല്ല. മനുഷ്യന്റെ എതിരാണ് എല്ലാവരും തുല്യതല്ലേ? ആ പഠിപ്പിച്ച ആളിനേക്കാൾ വളരെ ഉയരത്തിലായിരിക്കും ഈ ശിഷ്യൻ നിൽക്കുന്നത്. പക്ഷെ അവൻ ഒരു കാര്യം അറിയാം, ആദ്യ അക്ഷരങ്ങൾ കുറിച്ചത് അവിടെ നിന്നാണ്, അതിന്റെ വളർച്ചയാണ്. ആ കിഴിയിൽ നിന്നാണ് ഈ പാഠം കൊടുത്തിയത്. അതൊരു പാരസ്പര്യം ഉണ്ടെങ്കിലാണ്. അതിനെയാണ് ദ ഐ ഓഫ് ദ സോൾ എന്ന് പ്ലേറ്റോ നിർവചിക്കുന്ന ആത്മാവിന്റെ ചക്ഷുസ് പാരസ്പര്യം. അത് ഇമോഷണലാണ്. ആ ഇമോഷണലായ വിദ്യാഭ്യാസം വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നത് ഈ ഓട്ടോക്കാരന്റെ കയ്യിൽ നിന്ന്, ജീപ്പ് ഡ്രൈവറുടെ കയ്യിൽ നിന്ന്, അമ്മയിൽ നിന്നൊക്കെയാണ്. സമയം വളരെ ആയിരുന്നു. എത്രയോ സമയം. അപ്പൊ നമുക്ക് കാരണം നിങ്ങളുടെ വൈശ്വാനൊക്കെ കോപിക്കാൻ തുടങ്ങും കുറച്ച്. അപ്പൊ മര്യാദ ഞാൻ കാണില്ല. എനിക്കാണെങ്കിൽ സമയത്തെ പറ്റി വലിയ ബോധമുണ്ടാവുകയില്ല. അപ്പൊ അതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാം. വിദ്യാഭ്യാസത്തിന് 2 തലമാണ്. ഒന്ന് വൈചാരികം, 2 വൈകാരികം. നിങ്ങളുടെ സ്ഥാപനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞ് വൈകാരിക വിദ്യാഭ്യാസത്തെ കുറിച്ച് സമാന്തരമായി ചിന്തിക്കട്ടെ. യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷനോ മറ്റ് കമ്മീഷനോ കൊണ്ടുവന്നതിനൊന്നും എതിരല്ല. അത് മാർക്ക് മേടിക്കുന്ന ഒരു തലമായി നിലനിർത്തിക്കൊണ്ട് 100% വിജയം കൊയ്യുന്ന തലമായി നിലനിർത്തിക്കൊണ്ട് അതിനപ്പുറം വൈകാരിക ക്ഷമതയുള്ള ഒരു ജനതയെ വാർത്തെടുക്കുവാൻ പര്യാപ്തമായി തീരട്ടെ എന്ന് ആശംസിച്ച്, ഒപ്പം വിദ്യാർത്ഥികളെ പരിപൂർണമായ നിങ്ങൾ ക്രിസ്തുമതത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നതുകൊണ്ട് ക്രിസ്ത്യൻ മോഡൽസ് എന്ന് തന്നെ വിളിച്ചോളൂ. അഭിമാനപൂർവ്വം അനുഭവത്തിൽ വരുമ്പോൾ അങ്ങനെയൊന്നും മോഡൽ പ്രത്യേകില്ല.
അങ്ങനെ ആരെങ്കിലും പേരിട്ടാൽ അതിനോട് കോപിക്കേണ്ട കാര്യവും വരുന്നില്ല. നിങ്ങൾ ക്രിസ്ത്യൻ മോഡൽ എന്ന് പറയുന്നതും അപ്പുറത്തൊരു കൂട്ടർ ഹിന്ദു മോഡൽ എന്ന് പറയുന്നതും വേറെ ഒരു കൂട്ടർ ഇസ്ലാം മോഡൽ എന്ന് പറയുന്നതും മോറലാണെന്ന് തോന്നില്ല. മോറലിന്റെ കൂടെ നിങ്ങൾ ഏത് നിറം കൊടുത്താലും നിറമില്ലാതെ നിൽക്കുന്നതാണ് മോറൽ. മാത്രവുമല്ല, ആത്യന്തികമായി അതെല്ലാം ഒന്നായിരിക്കുകയും ചെയ്യും. മോറൽ ഉണ്ടായാൽ അതിനെ ഒന്നും നിഷേധിക്കുകയോ എതിർക്കുകയോ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ പറഞ്ഞ് തന്നെ പഠിപ്പിച്ചു കൊടുക്കും. കാരണം അപ്പോഴെ പഠിപ്പിക്കാൻ ഒരു ആവേശം ഒരു പക്ഷേ കുറെ ആളുകൾക്ക് ഉണ്ടാവും. നല്ല വികാരങ്ങളുള്ള വിദ്യാർത്ഥികളെ സമൂഹത്തിലേക്ക് സ്വയം ശിക്ഷിതരായി അതിന് ചാവോർ മലയിൽ അതിൻ്റെ ആദ്യ സംഘാടകന്റെ സങ്കല്പങ്ങളും അത് പരമ്പരയാ സൂക്ഷിച്ച നിങ്ങളുടെ സങ്കല്പങ്ങളും ഒത്തുചേർന്ന് പോകട്ടെ. അതിന് ആഹന്ത കുരിശിൽ തൻ പൂവൽമയിൽ അടയ്ക്കപ്പെട്ട ആകുലത്മാവായി കിടക്കുന്ന ഒരു ഈ സമയത്തും സ്നേഹശീലനം അവ ഈശ്വരനോട് അപേക്ഷിക്കും നീ കടുകൈ ചെയ്തവർക്ക് മാപ്പ് നൽകുവാൻ മാത്രം. ദേവ നിൻ മുറിവിൽ നിന്ന് നീ തിരിച്ചു വീഴുന്ന ഒരു സ്നേഹതത്വമാണ്. കണികെ കാരുണ്യ നിറം കൊണ്ട് ഈ സർവം സഹയിക്കൽ ചാലു ചെമ്പരിക്കുവാൻ ഉത്ഫുല്ലമാകും നാളെ എന്ന് കവി ദർശിച്ചപ്പോൾ എംപിയപ്പൻ ദർശിച്ചപോലെ ആ ചെമ്പരിപ്പൂക്കൾ നാളെ ത്യാഗത്തിന്റെ ആ ത്യാഗസൂര്യങ്ങൾ വാഴാതിരുന്നും ശാന്തി സൗരഭം ചാക്കും ഭൂമിയിലും സ്വർഗത്തിലും. അതിനിടയാകട്ടെ ആ നന്മ ഈ സ്ഥാപനത്തിൽ നിന്ന് ലോകത്തിലേക്ക് പ്രസരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ വരാൻ നിങ്ങളോടൊപ്പം അല്പനേരം കഴിക്കാൻ കഴിഞ്ഞ നല്ല മുഹൂർത്തത്തെ സ്മരിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ എവിടെയെങ്കിലും ഒരാഴ്ചകൾ തെറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടായികൾ ഉണ്ടെങ്കിൽ അതെന്റേത് മാത്രമാണ്. അതിനുള്ള കർശനങ്ങൾ ശിക്ഷകൾ എന്നിലൊതുക്കി നിർത്തണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും കടന്നിട്ടുണ്ടെങ്കിൽ എന്റെയല്ല, എന്റെ പൂർവന്മാരായ ആചാര്യന്മാരുടെ വിഷയത്തിൽ നിന്നാണ്. അതിനെന്തെങ്കിലും ബഹുമാനം തോന്നിയാൽ അത് എന്നോടാവരുത്, എന്റെ പൂർവികരോട് ആകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ഇല്ല, അവിടെ അധ്യാപകന്റെ അറിവ് ചോദ്യം ചെയ്യും. അതും വലിയ പ്രശ്നമാണ്. അതിന് കാലത്തിനൊത്ത് അധ്യാപകൻ വളരേണ്ടിയിരിക്കും. അവിടെയാണ് അബ്ദുൽ കലാമിനെ പോലുള്ളവർ വളർത്തുന്നത്. അവർക്ക് അധ്യാപകൻ ഒരു തലയിൽ തീർന്നില്ല. ബഹുമാനം കൊണ്ട്
ഉള്ളെപ്പോഴും വളരെ ഇതായിട്ടാണ് നിൽക്കുക. അറിവുള്ള അധ്യാപകരുടെ കുട്ടിക്ക് നന്നായിരിക്കാം ആ അധ്യാപകൻ കാണിക്കുന്ന വാത്സല്യമെങ്കിലും അദ്ദേഹം അറിവിന്റെ മകുട ഉദാഹരണമാണ്. കുട്ടി മോശക്കാരനൊന്നുമല്ല. പക്ഷെ പലപ്പോഴും കുട്ടിയെ വഴിതെറ്റിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതിന് സൂചന തന്നിരുന്നു, അത് അതിനപ്പുറത്തേക്ക് പോയാൽ എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു തോന്നിയില്ല. അധ്യാപകനെ തെരഞ്ഞെടുക്കുന്ന ആ ഇന്റർവ്യൂവിന്റെ അത്രയും ഇതായിട്ട് ഒരു സ്കൂൾ ബസ്സിന്റെ ഡ്രൈവറെ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നില്ല, ഒരായയെ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നില്ല. സ്വഭാവം, പെരുമാറ്റം അധ്യാപകനേക്കാൾ വിദ്യാഭ്യാസമുള്ളവരായിരിക്കണം ആരെങ്കിലും ഉള്ളത്. സ്കൂളിന്റെ ഭക്ഷണം കൊടുക്കുന്നിടത്ത് അവിടെ വെച്ചിരിക്കുന്ന സ്കൂൾ ക്യാൻറ്റീൻ നടത്തുന്നിടത്ത് മാനേജരായിട്ടും വിതരണക്കാരായും അവിടെ കിച്ചണിൽ പ്രവർത്തിക്കുന്നവരായും ഇരിക്കുന്നവർ, അവർക്ക് വിദ്യാഭ്യാസമുള്ളവരെ വേണ്ട, അല്ലെങ്കിൽ അവർക്ക് അറിവേ വേണ്ട, അവരെന്ത് സ്വഭാവക്കാരായാലും കുഴപ്പമില്ല, ശമ്പളം കുറഞ്ഞാൽ മതിയെന്നാണ് നമ്മുടെ മാനേജ്മെന്റുകൾ എല്ലാം പൊതുവെ വിചാരിക്കുന്നത്. പലപ്പോഴും അവിടെയൊക്കെ റെക്കമെൻഡേഷനുമാണ്. പഠിത്തം ഉപേക്ഷിച്ചവർ, പഠിത്തത്തോട് വിരോധമുള്ളവർ, പഠിപ്പ് ശരിയല്ലെന്ന് വിശ്വസിച്ചവർ, ഇവരൊക്കെയാണ് സദാ വിദ്യാർത്ഥിയോട് ഇടപഴകുന്നവർ. ഒരു ബസ്സിൽ വരികയാണ്, പ്രൈവറ്റ് ബസ്സിൽ കയറി വിദ്യാർത്ഥി വരികയാണ്. ആ ബസ്സിൽ ഞാൻ നിങ്ങളും ഇരിക്കുന്നു. അതിന്റെ കിളി അവൻ പഠിപ്പ് മുടക്കിയാണ്. അവൻ പഠിക്കുന്ന വിദ്യാർത്ഥിയോട് കടുത്ത പ്രതിഷേധമാണ്. ബസ് നിർത്താൻ പറ്റാത്തില്ല കുട്ടികളുള്ളത്. ഇനി ഏതെങ്കിലും കാരണവശാൽ മറ്റുള്ളവരെ കയറ്റാൻ നിർത്തി വിദ്യാർത്ഥി കയറാൻ തള്ളിപ്പുറത്താണ്. ഇനി ഏതെങ്കിലും വിദ്യാർത്ഥി നേരത്തെ കയറിയിരുന്ന ഒരു സീറ്റിൽ ആരെങ്കിലും പുറത്തുനിന്ന് വന്നാൽ, ഇപ്പൊ ഞാനായാലും നിങ്ങളിൽ ഒരാളായാലും ആ കുട്ടിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് നമ്മളെ പിടിച്ചിട്ടുണ്ട്. ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആ കുട്ടിയെ രൂക്ഷമായിട്ടാണ് നടത്തുന്നത്. നമ്മളാരും അതിനോട് സഹാനുഭൂതി കാണിക്കുന്നില്ല. അവൻ എങ്ങനെയാണ് രാജ്യസ്നേഹം, അവൻ എങ്ങനെയാണ് പിതൃസ്നേഹം, അവൻ എങ്ങനെയാണ് സൃഷ്ടികളോടുള്ള സ്നേഹം, പ്രകൃതിയോടുള്ള സ്നേഹം ഉണ്ടാകും. അവന്റെ ജീവിതത്തിൽ അതുപോലെയുള്ള നമ്മൾ മാതൃകയെ കാണിച്ചിരിക്കുന്നു. ആ കിളിയോട് ഞാനോ നിങ്ങളോ പറയുകയാണോ, ഈ രാജ്യത്തിന്റെ നാളത്തെ പൗരനാണ്, അവൻ ഇരിക്കട്ടെ, ഞാൻ നിൽക്കാം, എനിക്ക് പ്രായമുണ്ട്, എനിക്ക് സമാധാനമുണ്ട്, എന്റെ കുഞ്ഞാണ് എന്ന് ഒരു പ്രാവശ്യം പറയാൻ ആ ബസ്സിലിരിക്കുന്ന മുതിർന്നവർ തയ്യാറായ ആ കുട്ടികൾ 1000 കൊല്ലം പഠിക്കുന്ന ഒരു അനുഭവം, എമോഷണലായുള്ള ഒരു സാക്ഷരതയും അവനുള്ളിലുണ്ടാവും. സത്യത്തിൽ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് അധ്യാപകർ ചെയ്യുന്നത്. അധ്യാപകർ വിദ്യാർത്ഥിയെ നന്നാക്കണമെന്ന ഉദ്ദേശമൊന്നുമില്ല, തന്റെ തൊഴിലിൽ ശമ്പളം മേടിക്കണമെന്നുള്ള ഉദ്ദേശമുള്ളൂ. അത് സിലബസ് പലപ്പോഴും വായിച്ചെടുക്കുന്നു. ലീവ് എല്ലാം എടുത്തു കഴിഞ്ഞ് സമയം തികയാതെ വരുമ്പോൾ മാനേജ്മെന്റ് ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ വരുമ്പോൾ സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞ ഏർപ്പാട് വെച്ച് ആകെ പെട്ടെന്ന് തീർത്തു കൊടുത്ത് രക്ഷപ്പെടുന്നതായാണ് പലയിടത്തും കാണുന്നത്. ഇവിടെ അങ്ങനെ അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇല്ല, അങ്ങനെ ഉദ്ദേശിച്ചില്ല. ചോദിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് നിങ്ങളുടെ ബോധം എത്തിക്കുന്നതിന് വേണ്ടി പറഞ്ഞത്. അതും എന്റെ കഴിവുകൊണ്ടായിരിക്കില്ല. ഇവിടെ വന്നിരുന്നത് കൊണ്ട് ഇവിടെ ഒരു വലിയ ആളിന്റെ വളരെ ഉന്നതനായ ആളുകൾ സ്വപ്നങ്ങളുള്ള സ്ഥലമാണ്. അവിടെ വന്നിരുന്നപ്പോൾ വെറുതെ വെറുതെയുമായിട്ടാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. നിങ്ങൾ ആരെയാണ് കാണാൻ പോകുന്നത്? അഭിവന്ദിക്കാവുന്ന എന്നോട് പറഞ്ഞു. അദ്ദേഹം ജിജിയോട് പറഞ്ഞിരുന്നോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ ആദ്യം ഭരണമായിട്ട് ഇങ്ങനെ എനിക്ക് യാത്ര ചെയ്യാനുള്ളതൊന്നുമില്ല, ഇത്രയും ദൂരം ഉള്ളതെന്ന് ശേഷം ഒഴിയാം. പക്ഷെ അദ്ദേഹം ചോദിക്കുമ്പോൾ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത എന്തോ
അതിനാണ് ഞാൻ പാരസ്പര്യം സത്യസന്ധമായി എന്തുകൊണ്ടാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത് എന്നൊരു തോന്നലൊന്നും പോകേണ്ടത് എൻ്റെ ഒരു കർത്തവ്യ കർമ്മമാണ്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കയറുമ്പോൾ മാത്രമാണ് ഞാൻ ഈ ഓഫീസ് കണ്ടിട്ടില്ല. ഞാനിവിടെ വന്ന് ഇവിടെ കൂടുന്ന വഴി പലരും ചോദിച്ചു എന്താണ് ക്ലാസ്സാണ്. ഞാൻ എനിക്കറിയില്ല. അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ പോകും. അദ്ദേഹത്തോട് അധ്യാപകരെ ഞങ്ങളോട് കൂടുതലൊരു പരിപാടിയുടെ സാമ്യമുണ്ടോ ശരി ഒരാളോ ഇവിടെ നമ്മുടെ കയറി മാത്രമാണ് വിവരങ്ങൾ. അതുകൊണ്ട് ഒരുപാട് തെറ്റന്റെ പ്രഭാഷണത്തിൽ ചെല്ലുണ്ടായി വന്നാൽ അതൊക്കെ എന്റേത് മാത്രമാണ്. പലരും നല്ലത് വല്ലതും കടന്നെങ്കിൽ അത് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടെന്നതല്ല. 100% അതിന്റെ അവകാശവും അധികാരവും പൂർവന്മാരുടെ ലോകത്തെ എല്ലായിടത്തുമുള്ള ഭാരതീയരും അഭാരതീയരുമായ ഭാവാതീതന്മാരായ അജന്മാരുടെ വെറുതെ ഇരുന്നപ്പോ അവരിങ്ങനെ പറയിച്ചു. ഞാൻ പറഞ്ഞു നല്ലതല്ല. അതിലെവിടെ വരെ ചിന്തയുണ്ടെങ്കിൽ അതെന്റെ അഹങ്കാരത്തിന്റെയാണ്. സ്ത്രീകൾ അധ്യാപകരായതുകൊണ്ടാണോ തലമുറ നശിക്കുന്നത്? അല്ല 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 അല്ലേ? കാരണം സ്ത്രീകൾ അധ്യാപകരായപ്പോഴാണ് ഇത് ഏറ്റവും നന്നാവേണ്ടിയിരുന്നത്. പക്ഷേ സംഭവിച്ചതാണ് സ്ത്രീകൾ അധ്യാപകരാവുകയും തൊഴിൽ മേഖലയിൽ വിരാജിക്കുകയും ചെയ്തപ്പോൾ വീട്ടില് സ്വസ്ഥത കഷ്ടപ്പെടുകയും അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ മാനേജ്മെന്റുകൾക്കോ ഭരണാധികാരികൾക്കോ സ്ത്രീകൾക്ക് തന്നെ പറ്റി. സ്ത്രീകളെ തൊഴിലിൽ അയക്കുമ്പോൾ പുരുഷൻ തീരുമാനിക്കേണ്ടിയിരുന്ന ആ സ്ത്രീ തീരുമാനിക്കേണ്ട ഒരു കാര്യം കൂട്ടുകുടുംബ വ്യവസ്ഥ നിർത്തലാക്കരുതായിരുന്നു. വിദ്യാഭ്യാസമുള്ള സ്ത്രീ തൊഴിലിന് പോകുമ്പോൾ വീട്ടിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത സ്ത്രീയും പുരുഷനും വീട്ടുകാര്യങ്ങളിൽ വ്യാപരിക്കുകയും വിദ്യാഭ്യാസമുള്ള സ്ത്രീയും പുരുഷനും പുറത്തു പോവുകയും ചെയ്ത് വരുന്ന ധനവും വീട്ടിലെ കാര്യങ്ങളും പാരസ്പര്യം കൊണ്ട് പങ്കുവെക്കാവുന്ന ഒരു കൂട്ടുകുടുംബം ഉണ്ടാകണമായിരുന്നു. പലപ്പോഴും വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് വന്നത് സ്വാർത്ഥത സ്ത്രീകളുടെ മറ്റൊരാൾ കൂടി പങ്കുവെക്കുന്ന ഇഷ്ടമല്ല. എന്റെ ഭർത്താവിന്റെ വരുമാനം 50,000, എന്റെ വരുമാനം 60,000. പണം കൂടിയ ആൾ പണം കുറഞ്ഞ ആളിനെ കഴിക്കുകയും പണം കുറഞ്ഞയാൾ വിധേയനാവുകയും ചെയ്യുന്നതാണ് ഇതുവരെ കണ്ടത്. പണത്തോട് ബന്ധപ്പെടുത്തിയാണ് പുരുഷ മേധാവിത്വത്തെ കണ്ടത്. വസ്തുതയല്ല, വസ്തുത ഹോർമോണുകളുടെയും ബ്രെയിനിന്റെയുമാണ്. സ്ത്രീ പുരുഷ വ്യത്യാസം തന്നെയാണ്. ആരെന്തു പറഞ്ഞാലും ഒട്ടേറെ വ്യത്യാസങ്ങൾ സ്ത്രീയും പുരുഷനും തമ്മിലുണ്ട്. ഞാനിവിടെ അല്പം ശ്ലീലമല്ലാതെ പറഞ്ഞാലെപ്പോഴും കൊടുക്കണം. ഈ മീറ്റിംഗിൽ കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ ഇതിലെ പുരുഷന്മാരിൽ ആർക്കൊന്ന് യോട് പാസ് ചെയ്യണമെങ്കിൽ ഇതിനപ്പുറത്തെ മതിലിന്റെ അവിടെ നിന്ന് അവർ ഒഴിക്കും.
അതവരുടെ ഹോർമോണിന്റെ ഒരു കുഴപ്പം. അത് സ്ത്രീ ചെയ്യില്ല. എന്ത് പുരോഗതി വന്ന സമൂഹത്തിലും സ്ത്രീ ചെയ്യില്ല. അത് അവരുടെ ഹോർമോണിന്റെ കുഴപ്പം. പുരുഷൻ ചെയ്യുന്നതെല്ലാം കേമമാണെന്നൊരു ധാരണ നമ്മുടെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരു കാലങ്ങളിൽ, സാഹിത്യം ഉണ്ടാക്കിയ ഒരു കാലങ്ങളിൽ അതിനെ പിൻപറ്റി സ്ത്രീ പുരുഷനാകാൻ അതിനുള്ള സ്വാർത്ഥത സ്ത്രീയിലേക്ക് കൊണ്ടു. സ്ത്രീ വീട്ടിൽ വരുന്ന ആളുകളോട് പെരുമാറിയിരുന്നത്, അതുപോലെ തന്നെ ആഹാരം വിളമ്പി കൊടുത്തിരുന്നത്, അതുപോലെ പങ്കുവച്ചിരുന്നത്. അടുത്ത ഇവിടെയൊക്കെ ആകുമ്പോൾ കപ്പയുള്ള സ്ഥലമാണ്. കപ്പ പറിക്കുമ്പോൾ അതിന് ആദ്യം ആ കപ്പ കുറെ എത്തിക്കുന്നത് കാലിരിക്കും, അല്ലാതെ കിടക്കുന്ന വീടില്ല. അങ്ങനെ സ്നേഹനിധികളായിരുന്ന സ്ത്രീകൾ പണം വന്നു തുടങ്ങിയപ്പോൾ എന്തിനാണ് നമ്മൾ അന്യത്തിലെ കൊച്ചിനെ നോക്കുന്നത്, അതിന് പണം കൊടുക്കുന്നത്? നമുക്കൊരു ഫ്ലാറ്റാണെങ്കിലും മതി, അങ്ങോട്ട് മാറിയാൽ നമ്മുടെ കാര്യം നോക്കിയിരിക്കുക. അങ്ങനെ ആദ്യം മാറിയപ്പോ ആഹാരം, മറ്റു കാര്യങ്ങൾ, ഇതിനെല്ലാത്തിനും അത് കുറെ ഹോട്ടലുകൾ ആശ്രയിച്ചു. കുറെ പാത്രം കഴുകാൻ ആളുകളെ വേറെ വെച്ചു. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ പാത്രം കഴുകുന്നവർക്ക് 2000 രൂപ ശമ്പളം കൊടുത്താലും കുഴപ്പമില്ലത്, 1000 ഉപകാരമാവും. അവരുടെ ബുദ്ധി പഠിച്ച് നമ്മുടെ ബുദ്ധിയോടൊപ്പം വരണം. ഇങ്ങനെ വന്ന ചിന്തകൾ എല്ലാ തൊഴിൽ മേഖലകളിലും സ്ത്രീയെ ബാധിച്ചു. ഏറ്റവും കൂടുതൽ അധ്യാപക വൃത്തിയിൽ ബാധിച്ചു. അധ്യാപകരാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ചിന്തിക്കുന്നത്. അതിന്റെ പരിണതിയാണ് സ്ത്രീകൾ വന്നു കഴിഞ്ഞപ്പോൾ വന്നതാണ്. അല്ലാതെ സ്ത്രീകളത് യോഗ്യതയില്ലാത്തവരല്ല. പുരുഷന്മാരെക്കാൾ സ്നേഹനിധികളായി പഠിപ്പിക്കുവാൻ ഹോർമോണലായി കഴിയുന്നവരാണ് സ്ത്രീകൾ. പക്ഷെ അവർക്ക് പറ്റത് ഒപ്പം അവരുടെ പൗരുഷം വർദ്ധിക്കാൻ തുടങ്ങി. പൗരുഷം വർദ്ധിക്കുമ്പോൾ ഹോർമോൺ മാറുമ്പോൾ FSH, LSH, GSH, G3, G4 എല്ലാം മാറിയാണ്. GSH മാറ്റം വരാത്ത സ്ത്രീ കേരള സമൂഹത്തിൽ കുറവാണ്. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, സ്ട്രെസ് ഹോർമോണാണ്. അതുകൊണ്ട് അങ്ങേറ്റത്തെ ബുദ്ധിമുട്ടുകളാണ് സ്ത്രീകൾ തരണം ചെയ്യുന്നത്. PCOD ഇല്ലാത്ത പെൺകുട്ടികളില്ല. പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് മാത്രമല്ല, പുരുഷ ലക്ഷണങ്ങൾ കണ്ടുകൂടാൻ മീശ വളരുന്നത്. പല അധ്യാപികമാരും രാവിലെ ശൈലി ചെയ്തത്. അതല്ലെങ്കിൽ ഹെയർ ഇതൊരു വലിയ മാറ്റമാണ്. ആരോഗ്യരംഗത്ത് വലിയ മാറ്റമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 10 പ്രസവിച്ച സ്ത്രീക്ക് വരാത്ത യൂട്ടേറിയൻ ക്യാൻസർ, ഓവറിയൻ ക്യാൻസർ, ഇതൊക്കെ ഒന്നും പ്രസവിച്ച സ്ത്രീക്കുണ്ടാവുന്നതാണ്. മാതൃത്വം അതിമനോഹരമായിരിക്കെ അതിനോടുള്ള സ്ത്രീയുടെ സങ്കല്പവും വിരോധവും അത് ഏറ്റുവാങ്ങിയ കോശങ്ങൾ സെല്ലുലർ ബയോളജിയിൽ ഓരോ കോശവും സമ്പൂർണ്ണവും സംവേദനക്ഷമതയുള്ളതുമാണ് എന്ന് ചരക സുശ്രുതാദികൾ പറയും. അത് ഏറ്റുവാങ്ങി. അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ആ ചോദ്യത്തിന് ഉത്തരം അധ്യാപകർ അത്യാവശ്യം പുലർത്തേണ്ട ആരോഗ്യശീലങ്ങൾ. കുട്ടികൾ പഠിക്കണം എന്ന് ഉപദേശിക്കേണ്ടി വരുമ്പോൾ അധ്യാപകർ കഴിയുന്നതും ഒരു 4 മണിക്കെങ്കിലും എഴുതാൻ, ഒരു 9 മണിക്കെങ്കിലും കൃത്യനിഷ്ഠ പുലർത്തണം. സത്യം പറയണമെന്ന് കുട്ടികളോട് പറയുന്ന നിലയിൽ സത്യം പറയണം.
കുട്ടികളോടോ വീട്ടിലുള്ളവരോടോ കള്ളം പറയരുത് എന്ന് ഉപദേശിക്കരുത്. നെഗറ്റീവ് ഉപദേശങ്ങളൊന്നും. കുട്ടി ഒരു കാര്യം പറഞ്ഞാൽ അത് ആദ്യം വിശ്വസിക്കുക, കുറെ കഴിഞ്ഞ് വീണ്ടും ആ ചോദ്യം ചോദിക്കുക. അല്ലാതെ നീ കള്ളം പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴാണ് കുട്ടിയുടെ തലയിൽ കള്ളം എന്നൊരു സങ്കേതം കിടക്കുന്നത്. 10 രൂപയെ കൊടുത്ത് വിവരമില്ലാത്തൊരു അച്ഛൻ സാധനം മേടിക്കാൻ പറയാൻ അവൻ 8 രൂപയ്ക്ക് സാധനം മേടിച്ച് 2 രൂപയും കൊണ്ട് കൊടുക്കുമ്പോൾ ഇവിടെ 2 രൂപയാണ്. ഈ കള്ളം പറയുന്നത് അമ്മ അവൻ മനസ്സിലാക്കുന്ന ആദ്യമായിട്ട് കള്ളമുണ്ട്. അവൻ അടുത്ത തുണയിൽ കാര്യം ചെയ്യും. 7 രൂപയ്ക്ക് സാധനം കിട്ടുന്ന എവിടെയെങ്കിലും പോയി തപ്പിപ്പിച്ച് അന്വേഷിച്ച് മേടിച്ചിട്ട് 9 രൂപയായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഭാഗ്യത്തിന് അവന്റെ അച്ഛൻ പറയും, നീ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയില്ലേ, കൊള്ളാം. അപ്പൊ അവൻ തീരുമാനിക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ ഇതാണ് തോന്നി. അധ്യാപകനും രക്ഷകർത്താവും കൂടി വിദ്യാർത്ഥിയെ സകല പുള്ളിക്കെതിരായി പഠിപ്പിച്ചിട്ട് പിന്നെ അവനെ നന്നാക്കാനുള്ള ശ്രമമാണ് നടക്കുക. അതിന് പകരം സത്യം പറയുകയും അത് പുലർത്തുകയും ചെയ്യും. ഏത് പ്രതിസന്ധിയും കൃത്യനിഷ്ഠയുണ്ടായിരിക്കുക. അധ്യാപകന് തന്നെ നല്ല സ്വപ്നം ഉണ്ടാകുക അതൊരു വലിയ വിഷമമാണ്. എന്താ കാരണം വെച്ചാൽ ലോകത്ത് ഏറ്റവും മാന്യമായി കരുതേണ്ട വൃത്തി അധ്യാപക വൃത്തിയാണ്. ഇന്ന് അധ്യാപകർ ഏറ്റവും മോശമായി സമൂഹം കണക്കാക്കുന്ന ഒരു സമൂഹമായി മാറി. ശമ്പളം വെച്ച് മാത്രം എഞ്ചിനീയർ, ഡോക്ടർ, മറ്റ് ഗവൺമെന്റ് തൊഴിൽ ഇതൊന്നും കിട്ടാതെ വരുമ്പോഴാണ് ഡിഗ്രി കാരണം, പോസ്റ്റ് ഗ്രാജുവേറ്റ് കാരണം, BEd എടുക്കാൻ പോകുന്നത്. BEd എടുത്തു വന്നാൽ പലർക്കും നല്ല തുക കൊടുത്തെന്ന് കയറി കിട്ടിയാൽ സമാധാനം. അവിടെയെല്ലാം അവരുടെ മനസ്സ് തകരുക. അത് വരാതെ അങ്ങനെയാണ് കയറിയതെങ്കിൽ പോലും നമ്മളൊരു മാനസികമായ തിരുത്തലിന് വിധേയമായി. നമ്മളാണ് എഞ്ചിനീയറെയും ഡോക്ടറെയും സന്യാസിയെയും പുരോഹിതനെയും എല്ലാം സൃഷ്ടിക്കുന്നത് നമ്മുടെ വൈദ്യകളിൽ നിന്നാണ്. ഇത് നമുക്കൊരു ഉത്തരവാദിത്വം. ഈ ലോകത്തിലെ മുഴുവൻ അമ്മമാരും പിതാക്കന്മാരും എല്ലാം നമ്മളിൽ നിന്ന് രൂപാന്തരപ്പെടുന്നതാണ്. വാക്കാണ് എല്ലാത്തിലും വരുന്നത്. വാക്കും മനസ്സും ഇണചേർന്നാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്. അതുകൊണ്ട് കുട്ടിക്ക് വേണ്ട സ്വപ്നം മനസ്സിൽ കൊടുക്കുന്നത് വാക്കാൽ അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും നമ്മളാണ്. ആ വാക്കും മനസ്സും ഇണചേർന്നിട്ടാണ് നാളെ വരെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ശിക്ഷകൻ അത് അറിഞ്ഞി പെരുമാറുന്നവരാണ്. ഇത്രയും കാര്യം മൗലികമായും പ്രാദേശികമായും ഇതിലും ഭേദമുണ്ട്. അതുപോലെ തന്നെ പ്രദേശം, കാലം, കാലികമായി അധ്യാപകൻ വളരെ ചിന്തിക്കും. ഇന്നലെ പോലെയായിരുന്നു. അപ്പൊ കാലത്തിനനുസരിച്ച് മാറുന്ന കാര്യങ്ങളാണ്. അതിനോട് ഇണങ്ങി നിന്ന് വേണം കാര്യങ്ങൾ. അല്ലാതെ അതിനെ എതിർത്തൊന്നും ശിക്ഷകന് പെട്ടെന്ന് മാറ്റം വരുത്താൻ പറ്റില്ല. ഒന്ന്, ശിക്ഷകന്റെ മുകളിലാണ് ഭരണം. അതിൽ പലപ്പോഴും ഇവിടെ അധ്യാപകനായ ഒരാൾ, പ്രധാന അധ്യാപകനായ ഒരാൾ വർക്ക് ചെയ്യും. അദ്ദേഹം പോയി അദ്ദേഹത്തിന് മുകളിൽ DDAയോ DPAയോ കാണുമ്പോ അതൊരു പൊളിറ്റിക്കൽ നിയമനം കൂടെ ചേർന്നതാണ്. അവിടെയുള്ള യജമാനന്മാരെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് വേണം നിൽക്കാൻ. അപ്പൊ അതൊക്കെ കണ്ടറിഞ്ഞ് പെരുമാറാനുള്ള ഒരു വഴക്കം അധ്യാപകനായി വരുന്നു. ഭിന്ന സംസ്കാരങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ്, ഭിന്ന മതങ്ങൾ, ഭിന്ന ജാതികൾ, ഭിന്ന സംസ്കാരങ്ങൾ തന്റെ ഓരോ വാക്കും സൂക്ഷിക്കണം. കാരണം പടക്കത്തിനകത്ത് തീ വീഴുന്ന പോലെ ഒരു കുട്ടിയോട് സംസാരിക്കുന്ന കാര്യം പുറത്തേക്ക് എത്തിയാൽ തീ വീഴും. മുമ്പ്
മുമ്പാണെങ്കിൽ ആ പാരസ്പര്യത്തിൽ വെച്ച് കുട്ടിയെ തലന തൊടാനാവില്ല. ഇതെല്ലാം അധ്യാപകൻ കാലത്തിനനുസരിച്ച് അറിയുന്നതാണ്. അത് മൗലികമല്ല. അപ്പൊ കാലം, ദേശം, താൻ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാപനത്തിന്റെ നില എല്ലാം പറയണം. കാലഹ കോ ദേശഃ കാനി മിത്രാണി കൗ വയാഗമോ കശ്ചാഹ കാചമേശ. ഇതെല്ലാം അറിഞ്ഞ് പെരുമാറേണ്ടതാണ് അധ്യാപകൻ. മതിയാവുകയും വിദ്യാഭ്യാസത്തിൽ ഇന്റലക്ച്വൽ ലിറ്ററസിക്കും ഇമോഷണൽ ലിറ്ററസിക്കും മാത്രമേ പ്രാധാന്യമുള്ളൂ. സൈക്കോമോട്ടോർ ലിറ്ററസി എന്ന് പറയുന്നത് ഇമോഷണൽ ലിറ്ററസി ഒരു ഭാഗം. അതുകൊണ്ടാണ് ഞാൻ രണ്ടായി തിരിച്ചു പറഞ്ഞത്. സൈക്കോമോട്ടോർ ലിറ്ററസി എന്ന് പറയുന്നത് അതിലെ ആ സൈക്കോ എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ട് ഇമോഷണലാണ്. അതായത് ഫിസിയോളജിയും അനാട്ടമിയുമായി നിൽക്കുന്നതിൽ ഫിസിയോളജിക്കലായി വരുന്ന വലിയൊരു മാറ്റമാണ് ഇമോഷണൽ ലിറ്ററസി ഉള്ളത്. അത് ലഭിച്ചു കഴിഞ്ഞാൽ, പാരസ്പര്യം ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാ ഇമോഷൻസും ഹൃദയംഗമായിരിക്കുന്ന ഒരു നിലവിൽ അങ്ങനെ വരുമ്പോൾ ഏതൊരു ജീവിക്ക് വേദന വന്നാലും നമ്മൾ അതിന്റെ അനുകരണ റിസോണൻസ്. അതാണ് മതപരമായ തീവ്രത. അവരെയാണ് മതതീവ്രവാദികളെന്ന് ഗ്രഹിക്കേണ്ടത്. പക്ഷെ മനുഷ്യനെ കൊല്ലുന്നവരെയാണ് മതതീവ്രവാദികളെന്ന് ഗ്രഹിക്കുന്നത്. മതതീവ്രത എന്ന് പറയുന്നത്, ഒരുവൻ മതതീവ്രത എന്ന് പറയുന്നത് അനുഷ്ഠാനങ്ങളിലൂടെ തീവ്രമായി അനുഷ്ഠിച്ച് നേടിയെടുത്തിരിക്കുന്ന ലോകത്തിന്റെ എവിടെ ചെറുതായൊരു വേദനയുണ്ടായാൽ അവന്റെ ഹൃദയത്തിൽ അത് സ്ഫുരിക്കും. മുഴുവൻ ഇത് ഏതൊന്നറിഞ്ഞാൽ എല്ലാം അറിയുമോ. പണ്ടൊരു പിതാവ് മകനെ ഗുരുകുലത്തിൽ വിട്ടിട്ട് ഗുരുകുലത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോ മകനോട് ചോദിച്ചു. കാരണം മകൻ കാലിൽ ഏറ്റിരിക്കുകയാണ്. പിതാവ് ശമതം കുറിക്കാൻ പോവുക. അപ്പൊ തന്റെ അച്ഛന്റെ മുമ്പിൽ താൻ ഇങ്ങനെയല്ലേ, ഇവനെന്ത് പറ്റി, വിദ്യാഭ്യാസവും കഴിഞ്ഞോ, എന്നിട്ട് ഗൗരവത്തിൽ ഇരിക്കുന്നല്ലോ. ചെന്ന് ചോദിച്ചു, മോനെ നീ എല്ലാം പഠിച്ചോ? അപ്പം വളരെ ഗൗരവത്തിൽ എല്ലാം പഠിച്ചു. സൂര്യന് കീഴിലുള്ള മുഴുവൻ. അപ്പൊ അച്ഛൻ വളരെ സൗമ്യനായി ചോദിച്ചു, ഏനാശ്രുതം ശ്രുതം ഭവതി അമതം മതം ഭവതി അവിജ്ഞാനം വിജ്ഞാനം ഭവതി ഈശ്വരോ. ഏതൊന്ന് അറിഞ്ഞാൽ എല്ലാം അറിയുക, ഏതൊന്ന് കേട്ടാൽ എല്ലാം കേൾക്കുക, ഏതൊന്ന് അനുഭവിച്ചാൽ എല്ലാം അനുഭവിക്കുക. അത്തരമൊരു അവൻ വളരെ മിടുക്കനായിരുന്നു. പ്രശ്നം എന്റെ ഊഹിക്കേണ്ട കാര്യമില്ല. കാരണം ഔട്ട് ഓഫ് സിലബസ് മോനെ പോരാ. അങ്ങനെയാണ് മകനെയും കൂട്ടി അച്ഛൻ ആ അറിവ് കിട്ടുന്നതിന് വേണ്ടി പ്രവാഹന രീതിയിൽ അടുക്കലേക്ക് യാത്രയാണ്. അറിവ് തരുന്നൊരു വിനയം, അറിവ് തരുന്നൊരു സാധാരണ ആരോപങ്ങളില്ലാത്ത ഒന്നുമല്ല. അത് ഉണ്ടാകണം. അത് വരുമ്പോഴാണ് ഇമോഷൻസ് കൊടുക്കാൻ. ഒരിടത്തൊരു വണ്ടി ഇടിച്ച് രക്തത്തിൽ കുളച്ച് നിൽക്കുമ്പോ എന്റെ കയ്യിലെ മൊബൈൽ എടുത്ത് അതിന്റെ ഫോട്ടോ എടുത്ത് ഉടനെ നെറ്റിലേക്ക് കൊടുക്കാനായിട്ട് ഞാൻ പറ്റില്ല. കുറെ കഴിയുമ്പോൾ ഞാനും എന്റെ കൂട്ടരും ഫോട്ടോ എടുക്കാൻ ആളെ കിട്ടിയില്ലെങ്കിൽ വണ്ടി ഇടിക്കാൻ 10 രൂപ കൊടുത്ത് വരെയാണ്. അതാണ് തൊഴിൽ മേഖലയ്ക്ക് പറ്റിയിരിക്കുന്ന ആളുകൾ. എല്ലാ സോഷ്യൽ വർക്കിലും. മറിച്ച് ആ വേദന എന്റെയാണ് എന്നുള്ള ഓർമ്മ അത് ഏറ്റെടുക്കാനാവുമ്പോ മുമ്പ് പറഞ്ഞ എന്റെ സൈക്കോമോട്ടോ ലെവലിലെല്ലാം കോശങ്ങളിൽ മാറ്റും. അപ്പോ നല്ലൊരു ഭക്തിഗാനം കേൾക്കുമ്പോ ഞാൻ അറിഞ്ഞല്ല അറിയാതെ കണ്ണുകൾ ഏറണം.
അതൊക്കെ അനുഭവിക്കുകയും അറിയുകയും ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ വഴിയിൽ ആദ്യമായിട്ട് തെരേസയുടെയും നിജയിലെ ഗ്രിഗറിയുടെയും സെയിന്റ് ജോൺ ഓഫ് ദ ക്രോസിന്റെയും ഒക്കെ ലോകങ്ങളിലൂടെ നിങ്ങൾ പോകണം. ഈ പേരുകളെല്ലാം നിങ്ങളുടെ സമ്പ്രദായങ്ങളിൽ നിന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. ഒന്നും ഞാൻ കൊണ്ടുവന്ന് അങ്ങോട്ട് നിങ്ങളെ മാറ്റിയിട്ട് പഠിപ്പിക്കാൻ കഴിയുന്നതാണ്. അവിടെ ഇഷ്ടംപോലെ ഉണ്ടാവും. അതാ ആ രീതിയിൽ നമുക്ക് പഠിക്കാൻ അതെനിക്ക് നന്നായി അറിയാം. പക്ഷെ എനിക്കൊരു അവസരം തന്നതിന്റെ പേരിൽ നിങ്ങളെ മാറ്റിമറിച്ച് അതുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാത്രമല്ല, മതപരമാകട്ടെ, ജാതീയമാകട്ടെ, വർഗപരമാകട്ടെ, പ്രാദേശികമാകട്ടെ, എല്ലാ കുടിയേറ്റങ്ങളും എല്ലാത്തിന്റെയും സമ്പൂർണവും മനോഹരവുമായ നന്മകളെ നശിപ്പിക്കും. എത്രത്തോളം മറ്റ് സംസ്കാരങ്ങളിൽ നിന്ന് ആളുകൾ വേറൊരു സംസ്കാരത്തിലേക്ക് കയറുന്നു, അവൻ കൊണ്ടുവന്ന സാധനങ്ങൾ കൊണ്ടാണ് ആ സംസ്കാരം നശിക്കുന്നത്. അത് രുചിവായി തീരണമെന്നുണ്ടെങ്കിൽ എല്ലാ കുടിയേറ്റങ്ങളും അസ്തമിക്കുന്നതാണ്. ഭാഷാപരം, വർഗപരം, വർണ്ണപരം, മതപരം, ജാതീയം, ഭക്ഷണപരം, എല്ലാ തരത്തിലുള്ള കുടിയേറ്റങ്ങളും മനുഷ്യന്റെ ഇമോഷണലായിട്ടുള്ള നന്മകളെ ഖണ്ഡിക്കുകയാണ്. അടുത്തത്, how to establish dialectics with present day students who are busy with technical methods. How close a teacher can be with students. എങ്ങനെയാണ് കുട്ടികൾ ടെക്നിക്കൽ ഗാഡ്ജറ്റ്സുമായി ഇത്ര അടുത്തത്? എനിക്ക് തോന്നുന്നു കുട്ടികളുടെ മനസ്സ് വല്ലാതെ ബോറടിക്കും. അച്ഛനമ്മമാരോട് ഇടപെടാൻ പറ്റില്ല. ഒരു കുട്ടിയെ ഉൾക്കൊള്ളാൻ അച്ഛനമ്മമാർക്കാവില്ല. രണ്ട്, അധ്യാപകർക്കാവില്ല. കുട്ടി അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് തെറ്റായ വഴികൾ അവൻ കണ്ടെത്തുക. അതിലൂടെ വളരെ നേരത്തെ അവൻ സഞ്ചരിക്കുകയാണ്. ഒരു 20 വയസ്സ് കഴിയുമ്പോഴേ മിക്കവാറും കുട്ടികളുടെ കുടുംബജീവിതം പറയാൻ കഴിഞ്ഞു. പഴയകാലത്ത് ഒന്നാമതൊരു 20-25 വയസ്സാകുന്ന സമയം കുട്ടികൾക്ക് വളരെ രസമുണ്ടായിരുന്നു ജീവിതത്തിൽ എന്നുള്ളതുകൊണ്ട് ഭാര്യ ഭർത്തൃബന്ധം മുതലായവയെ കുറിച്ചൊന്നും ഒന്നും അറിയില്ല. അവർ വിദഗ്ധ ജീവിതത്തിലേക്ക് കയറുമ്പോഴാണ് ഇതറിയുന്നത് തന്നെ. അതുകൊണ്ടത് നവമാണ്. ഇന്നങ്ങനെയല്ല. ജീവിതമൊക്കെ കഴിഞ്ഞ് വാർദ്ധക്യത്തിൽ വിരക്തി വരുന്ന ഒരു സമയം എന്ന പോലെയാണ് 20 വയസ്സിൽ വിരക്തി വന്ന് ആണും പെണ്ണും വിവാഹം ചെയ്യുന്നത്. രണ്ട് വിരക്തന്മാർ ഒന്നിച്ചിരുന്ന് എവിടെ പ്രേമം ഉണ്ടാകാൻ? അതുകൊണ്ട് തന്നെ ഒരു 25 വയസ്സാകുമ്പോഴേ